ഇപ്രാവശ്യം ഞാൻ ചെയ്തേക്കുന്ന ഒരു 10 ഇനം പച്ചക്കറിയോളം ഇവിടെ നട്ടിട്ടുണ്ട്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളാണേലും നമ്മുടെ മക്കളുടെ കൂട്ട് തന്നെ അവർക്കും വേണം പരിചരണം. അവരെ ഒന്നിച്ചൊന്ന് നിൽക്കുകയും അവരെ ഒന്ന് തൊടുകയൊക്കെ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിളവുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് എൻ്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ട്രെയിൻ ഷെഡാണ്. ഈ ക്ലോസ്ഡ് ആയതുകൊണ്ട് തേനീച്ച വെളിയിൽ പോകത്തുമില്ല, ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികളുടെ കൂടെ നടക്കുന്നു. ഇതിൻ്റെ ഇത്രയും ഓക്സിജൻ നമുക്ക് കിട്ടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടോട്ടൽ ഈ ടെറസേ തന്നെ ഒരു 500ഓളം ഗ്രോ ബാഗ് ഉണ്ട്. വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ ആൾക്കാർ കഴിച്ച് നല്ലൊരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഹലോ, എൻ്റെ പേര് ഷിജു. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നു. അനേക വർഷങ്ങൾ പ്രവാസിയായി ജീവിച്ച് അതിനുശേഷം നാട്ടിൽ സെറ്റിലായ സമയത്ത് വിശ്രമ ജീവിതം ആനന്ദകരമാക്കുക എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വിശാലമായ ഒരു ടെറസ് ഉണ്ടാക്കുകയും അതിൽ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്ടിലേക്കും എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം കൊടുക്കാനും എല്ലാം ഉള്ള പച്ചക്കറികൾ ഞാനിവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി എന്നുള്ള ഒരു ആശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ഏകദേശം ഇപ്രാവശ്യം ഞാൻ ചെയ്തേക്കുന്ന ഒരു 10 ഇനം പച്ചക്കറിയോളം ഇവിടെ നട്ടിട്ടുണ്ട്. നേരത്തെ 20 ഇനമോളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ കൃഷി മാത്രം ഞാൻ 10 ഐറ്റത്തെ നിർത്തി. കാര്യം വിത്തുകളുടെ അവൈലബിലിറ്റിയുടെ ഇതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്രാവശ്യം അത്ര നല്ല ഹൈബ്രിഡ് വിത്തുകൾ കിട്ടാഞ്ഞുകൊണ്ട് വെറും കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ 10 ഇനം തൈകൾ മാത്രം വെച്ച് ഞാൻ ചെയ്യുകയായിരുന്നു. മാക്സിമം ഞാൻ കടകളിൽ കൊടുക്കാറില്ല. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ഞാൻ പരസ്യം ചെയ്യും. രാവിലെ ആരെങ്കിലും അവർ വന്ന് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. അതല്ല എങ്കിൽ റിലേറ്റീവ്സിനും ഒക്കെ വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഹൗസ് വിസിറ്റും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കും. വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ ആൾക്കാർ കഴിച്ച് നല്ലൊരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അന്നേരം തന്നെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ റെയിൻ ഷെഡ് ആയതുകൊണ്ട് ഫിസിക്കൽ എഫേർട്ട് വളരെ കുറവാണ്. ഇറിഗേഷൻ ആണെങ്കിലും ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അധികം ഫിസിക്കൽ എഫേർട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ ഒരു ഫിസിക്കൽ എഫേർട്ട് വരുന്നത്. അതിനുവേണ്ടി മാത്രം എക്സ്റ്റേണൽ ഹെൽപ്പ് ചെയ്യാൻ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തന്നെ ഉള്ള ഇതാണ്. വളം ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ച ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന ജീവാമൃതം, കടലാമൃതം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. രാസവളങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ ഇതിൽ കയറ്റാറില്ല. പിന്നെ റെയിൻ ഷെഡ് ആയതുകൊണ്ട് കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൈവ കീടനാശിനികളാണ് യൂസ് ചെയ്യാറുള്ളത്. മഞ്ഞളും വേപ്പെണ്ണയും ഒക്കെ വെച്ചുള്ള കീടനാശിനികളുണ്ട്. അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ കോഴഞ്ചേരി ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി പോലെ തന്നെയാണ്. മിനി സിറ്റി എന്ന് പറയാം. അവിടെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. എന്നാൽ ഉള്ള സ്ഥലത്ത് എനിക്ക് മൊത്തം 25 സെൻറ്റേ ഉള്ളൂ. ആ ഉള്ള സ്ഥലത്ത് മൊത്തം ഞാൻ കൃഷിയാണ് ചെയ്തേക്കുന്നത്. ഈ ടെറസ് അല്ലാതെ ഗ്രൗണ്ടിലും ഒരു റെയിൻ ഷെഡും അല്ലാതെയും കുറച്ച് കൃഷികളുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് കൃഷി വകുപ്പുമായിട്ടുമൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവർ റെയിൻ ഷെഡ് ചെയ്യുന്ന ആളിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന് അവർ വന്ന് ചെയ്യുകയും കൃഷി വകുപ്പിൽ നിന്ന് ഏകദേശം 50,000 രൂപയുടെ ഒരു സബ്സിഡിയും കിട്ടിയായിരുന്നു. ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇത് നമ്മുടെ വീടിനും ഒരു പ്രൊട്ടക്ഷനാണ്. വീടിൻ്റെ ടെറസിലധികം വെള്ളം വീഴത്തില്ല, ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് വീടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അതും നല്ലതാണ്. അല്ലാതെ ഒരു ഷെഡ് ഉണ്ടാവുകയോ അല്ല ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലവും കൂടുതലാണ്. അന്നേരം ആ ചിലവിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും സമൂഹത്തിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റും.
അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ കണ്ട് 10 പേരൊരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞ് അവരും തുടങ്ങിക്കഴിഞ്ഞാൽ അതും വലിയൊരു സന്തോഷമാണ്. ഇല്ല, കീടങ്ങളുടെ ശല്യം ഒരു 10%. വല്ല കീടങ്ങൾ കുറവായിരിക്കും, പിന്നെ വല്ല ന്യൂട്രീഷ്യൻസിൻ്റെ കുറവുകൊണ്ട് എന്തുവേലും ഇത് പ്രശ്നങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിന് മൈക്രോ ന്യൂട്രീഷ്യൻസ് നമ്മൾ കൊടുക്കും. അല്ല വളപ്രയോഗമോ അല്ലാതുള്ള വളങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഇതിൻ്റെ എല്ലാം നടന്ന് നമ്മളെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളാണേലും നമ്മുടെ മക്കളുടെ കൂട്ട് തന്നെ അവർക്കും വേണം പരിചരണം. അവരെ ഒന്നിച്ചൊന്ന് നിൽക്കുകയോ അവരെ ഒന്ന് തൊടുകയൊക്കെ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിളവുകൾ ഉണ്ടാവുകയും ചെയ്യും. തലമുടിയോ ഒന്ന് ഇതൊക്കെ ആയി. ഇപ്പോൾ ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇതിൻ്റെ അകത്ത് കണ്ടത്, നെറ്റിൽ തന്നെ കണ്ടതാണ്, നമ്മുടെ മാവ് ഒക്കെ പൂക്കാതൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചെന്ന് ചെയ്യുന്ന വാക്കത്തിയൊക്കെ എടുത്താന്നേലും ഇതെന്നാൽ വെട്ടിക്കളയാം ഇതാന്ന് വല്ലതും പറഞ്ഞ് ചെറിയൊന്ന് കൊട്ടുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പൂവിടാൻ തുടങ്ങും എന്നൊക്കെയുള്ളൊരിതുണ്ട്. കാര്യം ഇതിനെല്ലാം ജീവനുണ്ട്, ഇവർക്കെല്ലാം ഇത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അവരുടെ ഭാഷ നമുക്കും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികളുടെ കൂടെ നടക്കുന്നു. ഇതിൻ്റെ ഇത്രയും ഓക്സിജൻ നമുക്ക് കിട്ടുകയെല്ലാം ചെയ്യുന്നുണ്ടേ നമ്മളെ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുകയും ചെയ്യും. തൈകളെല്ലാം എനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് ഈ പ്രാവശ്യം കിട്ടിയതാണ്. വഴുതന ഇതെല്ലാം മിക്കവാറും വിളവെടുപ്പെല്ലാം കഴിയാറായി. വെണ്ട ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇതെൻ്റെ പുതിയ പരീക്ഷണമായിരുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ കൃഷി ചെയ്തിരുന്നു, പക്ഷേ അതെന്തോ വെള്ളം കൂടിയതോ വല്ലോ ആണെന്ന് തോന്നുന്നു, അത് പോയി. കൂടുതലും നട്ടേക്കുന്ന മുളകാണ്. ഇത് ഹൈബ്രിഡാണ്. അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്, ടൊമാറ്റോ. ഇതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടേക്കുകയാണ്. ഇതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെയും കുറച്ചുകൂടെ നമുക്ക് കിട്ടാം. ഒരു മാസം 2 മാസമൊക്കെ വീണ്ടും നമുക്ക് ചെയ്യാം. യൂട്യൂബ് നോക്കി പിന്നെ സ്വന്തം ഇതായിട്ട് ഇപ്പോൾ ഈ ടൊമാറ്റോ ആണെങ്കിലും ഈ സൈഡ് നട്ട് കഴിഞ്ഞ് ഈ വലയുള്ളതുകൊണ്ട് അത് മറിഞ്ഞു പോകാതെ അതേൽ സെറ്റിൽ ചെയ്ത് വെക്കാം. പിന്നെ ടെറസേലാവുകയുണ്ട്. ഗ്രോ ബാഗിൽ കൂടുതൽ ക്രീപ്പർ ഐറ്റം നടക്കത്തില്ല. എനിക്ക് ഏകദേശം 100 മൂടി കൂടുതൽ പച്ചമുളക് തന്നെ ഉണ്ട്. ഇതെല്ലാം ടോട്ടൽ ഈ ടെറസേ തന്നെ ഒരു 500ഓളം ഗ്രോ ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് 3 ലെയർ സ്റ്റാൻഡ്. പ്രത്യേകത കൂടുതൽ ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ ഗ്രോ ബാഗ് അല്ലെങ്കിൽ കൂടുതൽ തൈകൾ വെക്കാൻ വേണ്ടി ഉള്ളൊരു പരിശ്രമമായിരുന്നു നോക്കിയത്. പുതിയൊരു പരീക്ഷണം. അതുപോലെ തന്നെ ഇതെല്ലാം ഒടിഞ്ഞു പോകാതെ എല്ലാം നേരെ പോകാൻ വേണ്ടി ചരട് കെട്ടി അതേലാണ് ഞാൻ കൂടുതലും. കമ്പ് കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് നശിക്കും, വേരിന് നാശം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വള്ളി കെട്ടി ഇതെല്ലാം താങ്ങി നിർത്താനൊക്കും. വളർന്നു വരുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ചുറ്റി വെച്ച് നമുക്ക് വളർത്താനൊക്കും. പിന്നെ ഇടവേളയായിട്ട് മിക്കവാറും എല്ലാ ഗ്രോ ബാഗിലും ഇഞ്ചി നട്ടിട്ടുണ്ട്. ചീര, ചുമന്ന ചീര, ഒരു സുന്ദരി ചീര എന്ന് പറയും. അത് വിത്തിന് വേണ്ടി ഞാൻ നിർത്തിയേക്കുകയാണ്. ഇത് അധികം ഇല്ലാത്ത ഒരു ഇനമാണ്. അതുപോലെ തന്നെ മഞ്ഞക്കെണിക്ക് പകരം അഥവാ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഔട്ട്സൈഡിലുള്ളതിനാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഇവിടെയും ഔട്ട്സൈഡിലുള്ള കൃഷിക്ക് ഏറ്റവും നല്ല ഇതാണ്. കീടങ്ങളെ ആകർഷിക്കാൻ മഞ്ഞക്കെണിക്ക് പകരമാണ് നമ്മൾ ഈ മഞ്ഞ കളറുള്ള പൂക്കൾ നടുന്നത്. ഇത് നമ്മൾ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്ന അമരപ്പയർ എന്ന് പറയും. ഇതും ഒരു ഹൈബ്രിഡ് ഐറ്റമാണ്. വിളവെടുത്ത് കഴിഞ്ഞു, ഇപ്പോഴും പിന്നെയും ഇതെല്ലാം വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഈ റെയിൻ ഷെഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ്, ഇതിൻ്റെ അകത്ത് പരാഗണം നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പോളിനേഷന് വേണ്ടി തേനീച്ചയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ റെയിൻ ഷെഡിൽ തേനീച്ച ഒരു 3-4 കൂടുണ്ട്. അതല്ല എങ്കിൽ ഇത് പോളിനേഷൻ നടക്കത്തില്ല. അതിനുവേണ്ടിയാണ് തേനീച്ചയെ വളർത്തുന്നത്. ഈ ക്ലോസ്ഡ് ആയതുകൊണ്ട് തേനീച്ച വെളിയിൽ പോകത്തുമില്ല, ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. വേറെ കീടങ്ങളൊന്നും അകത്തോട്ട് വരത്തുമില്ല. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഇതും മിക്കവാറും എല്ലാം കഴിഞ്ഞു. ക്യാപ്സിക്കം ഒരു 15 മൂട് ഉണ്ട്. എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും പിന്നെയും പൂ വരുന്നുണ്ട്. ഇനി ഒരു വളപ്രയോഗം കൂടെ നടത്തിയാൽ ഇച്ചിരി കൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതിനുവേണ്ടി ഞാൻ വളം റെഡിയാക്കുന്നുണ്ട്.
കടലാമൃതം എന്ന് പറയും. പച്ചച്ചാണകവും കപ്പലണ്ടിയും കൂടെ മിക്സ് ചെയ്ത് 10 ഓസി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു വളമായിട്ട് മാറും. ഇതിനുള്ളിലെ കൃഷികൾ ഇത്രയുമാണ്. രാവിലെ ഇതൊന്ന് കയറി നടന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ട് എടുത്ത് കളയുക, പഴുത്ത ഇല പറിച്ച് കളയുക. ഗ്രോ ബാഗിൽ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും കിളിച്ച കാട് അങ്ങനെ കയറാറില്ല. അത് ചെറിയൊരു ഇത് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് എടുത്ത് കളയും. അതുകൊണ്ടെല്ലാം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ടും ഇരിക്കും. ഗ്രൗണ്ട് ചെയ്തേക്കുന്നതിന് ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. മിറക്കിൾ ഫ്രൂട്ടാണ്. 2-3 പ്രാവശ്യം കായ്ച്ചിരുന്നു. ഇപ്പം കായൊന്നുമില്ല. അതുപോലെ തന്നെ പാവൽ, വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക ഇതിൽ നിന്ന് കിട്ടും. പാഷൻ ഫ്രൂട്ട് ഇതും കളയാറായിരിക്കുകയാണ്. പിന്നെ ഇതൊരു പുതിയ പരീക്ഷണമാണ്. ഇത് ഞാൻ കൂൺ കൃഷി ഒന്ന് നോക്കുകയാണ്. ഇതിലൊരു 10 ബെഡ് സ്വന്തമായി തന്നെ ഒരു ഷെഡ് ചെയ്ത് വിളവെടുപ്പെല്ലാം കഴിഞ്ഞതാണ്. ഇനി ഇത് പുതിയ ബെഡ് വെക്കണം. വീട്ടാവശ്യത്തിന് അല്ലാതുള്ള അത്യാവശ്യത്തിന് കുറച്ച് പേർക്ക് കൊടുക്കാനും ഒക്കെയുള്ള കിട്ടി. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സപ്ലൈ ഉള്ളത് അത് ഫിൽട്ടർ ചെയ്താണ് മേളിലോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ക്ലോറിനേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെടികൾക്കത് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ചെടികൾക്ക് വേണ്ടി ഫിൽട്ടർ ചെയ്ത് വെള്ളം അങ്ങോട്ട് കയറും. പിന്നെ കോവല്, നിത്യവഴുതന, പിന്നെ അതുപോലെ ഉള്ള സ്ഥലത്തെല്ലാം ചെറിയ ഗ്രോ ബാഗും വഴുതനങ്ങയൊക്കെ നല്ല ഇതുണ്ട്. അതെ, ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. മുരിങ്ങ എന്നും എല്ലാ വർഷവും കായ്ക്കുന്നതാണ്. അതെ, കുടംപുളി, പ്ലാവ്, നാടൻ മാവുണ്ട്, വാളംപുളിയുണ്ട്, കരിയാപ്പില, പാഷൻ ഫ്രൂട്ട്, നാടൻ പേര, അതുപോലെ തന്നെ ഇത് വാഴ, പിന്നെ ശീതകാല പച്ചക്കറി, ക്യാബേജ്, കോളിഫ്ലവർ. കീടങ്ങൾ സ്വല്പം വരാറുണ്ട്, അന്നേരം വേപ്പില കഷായം. പിന്നെ അതുപോലെ തന്നെ ഇത് സപ്പോട്ടയാണ്. ഇതൊരു ആപ്പിൾ ചാമ്പയാണ്. പതിവില്ലാത്ത ഒരു സമയത്ത് ഇപ്പം പൂവിട്ടതാണ്. ഇത് ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടി വെള്ളം അവിടെ ചെല്ലുന്നത്. അന്നേരം നമ്മൾ മൈക്രോ ന്യൂട്രീഷൻ ഇതിൻ്റെ അകത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് തുറന്നാൽ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ തന്നെ കിട്ടും. എല്ലാം ഉള്ള സ്വല്പ സ്ഥലത്ത് ഉള്ള കൃഷിയാണ്. ഇതിൻ്റെ അകത്ത് വെണ്ട, വഴുതന. ഇത് കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയെന്ന് പറയാവുന്ന ഒരു ഇനം ആത്തയ്ക്ക എന്ന് പറയും. ഇപ്പം പച്ച കളറുള്ളതും മുള്ളാത്തയൊക്കെയാണുള്ളത്. ഇത് ഒറിജിനൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ആത്തയ്ക്കയാണ്. ഇത് എൻ്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ട്രെയിൻ ഷെഡാണ്. ഇവിടുത്തെ കൃഷി ഓൾറെഡി കഴിഞ്ഞു. ഇവിടെ പയർ, ഇഞ്ചി, ചീര, അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു. കുക്കുംബറിൻ്റെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ നെറ്റാണ് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് എൻ്റെ കൃഷി. ഈ റെയിൻ ഷെഡ് ആയതുകൊണ്ട് ഫിസിക്കൽ എഫേർട്ട് വളരെ കുറവാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഞാനൊരു സ്പോർട്സ് താരം കൂടാണ്. ഇതിൽ നിന്നെല്ലാം ഉള്ള എനർജി കൊണ്ടാണ് എനിക്ക് കൂടുതൽ കളിക്കാനും കൂടുതൽ സ്റ്റാമിനയും ഇതെല്ലാം എനിക്ക് കിട്ടുന്നത്. വീട്ടുകാർ, വൈഫ് ഒരു ടീച്ചറാണ്, ഒരു സ്കൂളിൻ്റെ HM ആണ്. എന്നാലും ആ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള സമയം എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ കൂടെ അവർ ഇറങ്ങി നടന്ന് എല്ലാം ചെയ്യും. മക്കൾ 3 പേര്. ഒരാൾ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറാണ്. രണ്ടാമത്തെ ആൾ UK ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു. ഇളയ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 5 കൊല്ലമായി ഈ കൃഷി തുടങ്ങിയിട്ട്. അന്ന് തൊട്ടേ എനിക്ക് കൃഷി വകുപ്പിൻ്റെ അവാർഡുകൾ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് മേടിക്കാനൊക്കാത്തതുകൊണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം കൃഷി വകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെ ഇത് കിട്ടി. ഈ കൊല്ലം എൻ്റെ സ്റ്റേറ്റ് അവാർഡിന് നോമിനേഷൻ പോയിരുന്നു. ജില്ലയിലെ ബെസ്റ്റ് എന്നുള്ള ഇതിൽ ജില്ലയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് സ്റ്റേറ്റ് അവാർഡിന് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ എന്നെക്കാട്ടിയും നല്ല കർഷകരുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അനേകം പേര് നമ്മുടെ കൃഷി കാണാൻ വരികയും അവർക്കെല്ലാം ഒരു ഇതാകുന്നുണ്ട്. അന്നേരം എന്നോട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, വിത്തുകൾ കിട്ടുന്നുണ്ടേ, തൈയാണേലും കിട്ടുന്നുണ്ടേ അവർക്കും കൊടുക്കണം, ഒരു 10 എണ്ണമാണേലും മതി, എല്ലാം അവർക്കും വേണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. പിന്നെ സ്കൂളുകൾ, എൻ്റെ വൈഫിൻ്റെ കെയർ ഓഫിൽ അവരുടെ സബ് ജില്ലയിലൊക്കെയുള്ള സ്കൂളുകളെല്ലാം ഇതറിഞ്ഞ് അവിടെ സ്കൂളുകളിൽ നിന്ന് വിസിറ്റ് നടത്താറുണ്ട്. അവരുടെ വീടുകളും പിള്ളേർക്കും എല്ലാം ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് വൈഫിൻ്റെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുമെല്ലാം
ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കുട്ടികളും വിഷരഹിതമായ ഭക്ഷണം കഴിക്കുന്നു. കൃഷിയിൽ നമ്മൾ ഉള്ള സമയം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറേലും നമ്മൾ മെനക്കെട്ടാൽ നമുക്ക് പോസിറ്റീവ് എനർജിയും നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വസ്തുവിലും മാരകമായ വിഷമാണ് കലർന്നിട്ടുള്ളത്. അന്നേരം നമ്മൾ സ്വയം തുടങ്ങി നമ്മുടെ വീട്ടിലേക്കുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ആരോഗ്യം കാണും. ഇപ്പം മാസം 10,000 രൂപ വരെ മരുന്നിന് ചിലവാക്കുന്ന ഫാമിലികളുണ്ട്. അതേസമയം നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 1000 രൂപ പോലും ചിലവാക്കേണ്ടി വരത്തില്ല. ഇപ്പം സമൂഹത്തിൽ മൊത്തം ക്യാൻസർ ഇതെല്ലാം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് നമ്മൾ തന്നെ ചെയ്താൽ നമുക്ക് അതെല്ലാം അവോയ്ഡ് ചെയ്ത് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹം തന്നെ നമുക്ക് സൃഷ്ടിക്കാം.